തന്നെ തീറ്റ. അടുത്ത ആൾ വാ. ചെസ് നമ്പർ 2. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ 3rd ഇനോഗ്രൽ ആനിവേഴ്സറി. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ അവിടെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചല്ല കേട്ടോ ഫംഗ്ഷൻ. ഇതിന്ന് എനിക്കൊരു എക്സാം ഉള്ളതുകൊണ്ട് ഞാനന്ന് ലീവ് എടുത്തു. അങ്ങനെ എന്നെ കൊണ്ടാക്കാൻ വന്ന ആൾ 3 മണിക്കൂർ വരെയുള്ള എൻ്റെ എക്സാം കഴിയുന്നത് വരെ എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് എന്നെ കൊണ്ട് വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ എക്സാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാ. ഞങ്ങളെ കാത്ത് നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല, തോളിലിരിക്കുന്ന ഒരാളെയായി കാണുന്നത്. ഏതായാലും വീട്ടിൽ വന്ന് എനിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോഴേക്കും റെഡിയായി പോകേണ്ടി വന്നു. ഏതായാലും ഒരു ഫംഗ്ഷനല്ലേ, കുറച്ച് മിനിങ്ങി പോകാമെന്ന് കരുതി ആദ്യത്തെ ഡ്രസ്സിൽ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മാറ്റി. ഒരു 4 മാസം മുന്നേ ഞാൻ ഈസി ആയിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് ഇപ്പം ഇട്ടാൽ എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി മുടി കിട്ടുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അനുസരണ കെട്ടതും അടങ്ങിയിരിക്കാത്തതുമായിട്ടുള്ള എൻ്റെ മുടി അടക്കിയെടുത്താൽ എനിക്ക് ഇപ്പോഴും പാടാണ്. അങ്ങനെ ഒടുവിൽ എങ്ങനെയോ അറിയാവുന്ന പോലെയൊക്കെ സ്റ്റൈൽ ചെയ്ത് ഞാൻ എന്തേ പോകാനായിട്ട് ഇറങ്ങി. ബൈ ദ വേ, ഇതെൻ്റെ ചേച്ചിയുടെ ഡ്രസ്സാണ് കേട്ടോ. സ്വന്തം ഡ്രസ്സ് ഇടുന്നതിനേക്കാൾ ചേച്ചിയുടെ ഡ്രസ്സ് അടിച്ചു മാറ്റി ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പെട്ടെന്ന് വരണം എന്നും പറഞ്ഞ് എൻ്റെ കോളേജിൻ്റെ നിർത്താതെയുള്ള വിളികൾ കേട്ട് ഞാൻ വേഗം വന്നപ്പോഴേക്കും ഇവിടെ ഒന്നും ആരും കണ്ടില്ല. ഇത് ശരിക്കും ഞങ്ങളുടെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. സാധാരണ ഫംഗ്ഷൻസ് നടക്കുന്ന ഈ ഒരു റിസപ്ഷൻ്റെ ഏരിയയിൽ വെച്ച്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ വെച്ചിട്ടല്ല, മുകളിലല്ലോ യോഗ ഹാളിൽ വെച്ചിട്ടാണ് ഇന്ന് ഫംഗ്ഷൻ നടക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ എത്തിയെന്നറിഞ്ഞ് എന്നെ കൂട്ടാൻ വന്ന ആളാണ് കേട്ടോ ഇത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മു. ശരിക്കും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിലൊരു വീഡിയോസ് ഇടാനും എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഇവള്. പിന്നെ അതുമാത്രമല്ല, ആൾക്കും എന്നെപ്പോലെ ഒരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ 2nd ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ യോഗ ഹാളുള്ളത്. ഞാനായിരിക്കും അവസാനം വരുമെന്ന് പേടിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ ഞാനല്ല അവിടെ അവസാനം വന്നത്. ശരിക്കും എല്ലാവരും റെഡിയായി അവിടെ വന്നിരുന്നിട്ടും ഡോക്ടേഴ്സ് ആരും എത്തിയിട്ടില്ലായിരുന്നു. ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും കൂടി ഇവിടെ. ശരിക്കും ഇങ്ങനൊരു ഫംഗ്ഷൻ വന്നപ്പോൾ ഞാനും അമ്മും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന 3 പേരെയാണ്. ഞങ്ങൾ 5 പേരും ഒരുമിച്ചുണ്ടായിരുന്ന ആ ദിവസമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ്. കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര വിപുലമായ സെലിബ്രേഷനൊന്നും ഈ വർഷം ഇല്ലെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവച്ചപ്പോൾ ഞങ്ങൾ അതിനെ മാടിയൊക്കെ വിളിച്ചു നോക്കി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും എത്തി. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ കിട്ടും കേക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നുള്ള രീതിയിൽ കേക്ക് കറക്റ്റ് എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും കേക്ക് കഴിഞ്ഞുപോയി. എനിക്കൊട്ടും വിഷമിക്കേണ്ടി വന്നില്ല. സെന്തിലേട്ടൻ അടുത്ത ഫ്രഷ് പീസ് എനിക്ക് കൊണ്ടു തന്നു. കേക്ക് കഴിച്ചിട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും അടുത്ത സാധനം എത്തി, ചിക്കൻ സമൂസ. അങ്ങനെ അത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത സാധനം എത്തി, ഫ്രൂട്ടി. അങ്ങനെ ഞാനും അമ്മും കൂടി ഒരു ഫ്രൂട്ടി ചിയേഴ്സൊക്കെ പറഞ്ഞ് നൈസിന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ചെറിയൊരു പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. സാനിയുടെ വക ചെറിയൊരു ഷോ ഓഫാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡിങ്ങും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് സമയമായി, ഇനി നമുക്ക് വീട്ടിൽ പോകാം, ബാക്കി പരിപാടികൾ നാളെ വന്നിട്ടെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ചില നല്ല നിമിഷങ്ങളിൽ സമയം തീരെ ചെറുതായി പോകും.